പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയില്ല. ഓക്കെ, എനിക്ക് എൻ്റെ കഴിവുകൾ എന്താണെന്നറിയില്ല, എനിക്ക് പോകേണ്ട കോഴ്സ് ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പക്ഷേ ഇത് നിങ്ങൾ മുഴുവൻ കാണണം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചില ആക്ടിവിറ്റീസ് അടക്കം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനിലായിരിക്കും നമ്മളിപ്പോൾ ഉണ്ടാവുക, അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാളാണെങ്കിൽ എനിക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാം, ജെയ് റിപ്പീറ്റ് ചെയ്യാം, ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഒരു വർഷം ഗ്യാപ്പ് ഇയർ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് പോകാം, അല്ലെങ്കിൽ ഒരു അപ്സ്കില്ലിംഗ് പ്രോഗ്രാമിന് പോകാം. ഒരു ഡിഗ്രിക്കൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൊമേഴ്സിന് പോവാം, CA CMA ഒക്കെ എടുത്താൽ ലൈഫ് സെറ്റാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ എനിക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോകാം, അല്ലെങ്കിൽ AI-ക്കാണ് ഇപ്പോൾ സ്കോപ്പ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരു BTech in AI-ക്ക് പോകാം. ഇങ്ങനെ പല തോട്ട് പ്രോസസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ടാവും. ഇതെല്ലാം ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചുറ്റും ഒരുപാട് നാട്ടുകാരുടെ അല്ലെങ്കിൽ പാരൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നമ്മൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് ഈ വീഡിയോ എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളൊരു പാനിക്കിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാനിക്കിൽ പെട്ടുപോകാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക? എൻ്റെ കഴിവുകൾ എന്തെല്ലാമാണ്, എൻ്റെ ഇൻട്രസ്റ്റ് എവിടെയാണ് ഉള്ളത്? ഇത് പലപ്പോഴും പറയുന്നത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ താഴെ കാണുന്ന വെബ്സൈറ്റ്, ഞാൻ ലിങ്ക് താഴെ നൽകാം, careertools.unlearnwithajmal.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകാം. അവിടെ നിങ്ങൾക്ക് 2 ടെസ്റ്റുകൾ കാണാൻ പറ്റും. ഒന്നാമത്തതാണ് ഓഷ്യൻ, രണ്ടാമത്തതാണ് റിയാസക്. ഈ 2 ടെസ്റ്റുകളും മേ ബി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ എടുക്കുക. മേ ബി വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം. ആദ്യം പോകുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഈ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓഷ്യൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ ആളുകളും ഓരോ പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ റിയാസക് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കഴിവുണ്ടോ ഇല്ല എന്നുള്ളതിലപ്പുറം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പല കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക. താഴെ careertools.unlearnwithajmal.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്നാൽ സയന്റിഫിക് ബേസിസിലുള്ള പേപ്പേഴ്സിന്റെ ബേസിസിലുള്ള ടൂൾസ് ആണ്. നിങ്ങൾ ഈ ടെസ്റ്റുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിലുള്ള സ്കോർസ്, ഓഷ്യനിലാണെങ്കിൽ OCEAN, ഇത് 5 എന്താണ് 5 എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിലുള്ള നിങ്ങളുടെ സ്കോർ കിട്ടും. റിയാസക്കിലാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈമറി ഇൻട്രസ്റ്റ് എവിടെയാണ് എന്നുള്ള സ്കോർ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവരും ഈ ടെസ്റ്റുകൾ ചെയ്തു എന്ന് കരുതുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഒരു കീ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാണ് എന്നുള്ളത് നിങ്ങൾ വെറുതെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേ. അതേപോലെ നിങ്ങൾക്ക് ടെസ്റ്റിന് എന്താ മനസ്സിലായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണാലിറ്റിയുമായി യോജിച്ച് നിൽക്കുന്ന ചില കരിയേഴ്സ് എങ്കിലും ഉണ്ട് എന്നുള്ളത് ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് ഓപ്പൺനെസ് കൂടുതലായിരിക്കും, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ. ചില ആളുകൾ വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും, കോൺസെൻഷ്യസ്നെസ് കൂടുതലായിരിക്കും. ഇപ്പോൾ കോൺസെൻഷ്യസ്നെസ് കൂടുതലുള്ള ആളുകൾക്ക് മേ ബി ഒരു കമ്പനിയുടെ അക്കൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ കുറച്ചുകൂടി അവർക്ക് ഓർഗാനിക്കലി വരുന്ന ഒരു സംഭവമായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഒരു ഓർഡർ ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു CA-കാരനാവാൻ സാധിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞോ, ഇതിലുള്ള കൂടുതലുള്ള എല്ലാവരും CA-ക്ക് പോകണം എന്നുള്ളതല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ട്രെയിനിങ്ങിൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും, റൈറ്റ്? അതേപോലെ തന്നെ ഇനി നിങ്ങൾ റിയാസക്കിലോട്ട് വരുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതേപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് റിസർച്ചിനോട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. എസ്തെറ്റിക് ഡിസൈനോട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. എന്റർപ്രൈസിങ് ആയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഏരിയാസും ചില എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെ ഞാനല്ല ജഡ്ജ് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് വെച്ച് എനിക്ക് കൂടുതൽ യോജിച്ച കരിയർ ഏതെല്ലാമാണ്. അതിന് വേണ്ടി നിങ്ങൾക്ക് ജെമിനിയോ ChatGPT ഒക്കെ മേ ബി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഓഷ്യൻ പ്രൊഫൈൽ എന്നതാണ്, എൻ്റെ റിയാസക് പ്രൊഫൈൽ എന്നതാണ്, ഞാനിപ്പോൾ പഠിച്ചത് സയൻസ് ആണ്, കൊമേഴ്സ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്കുള്ള ഓപ്ഷൻസ് ഏതെല്ലാമാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓരോരുത്തർക്കും വന്ന് കരിയർ ഗൈഡൻസ് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഴ്സസ് ഉണ്ടാവുമല്ലോ, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് കോഴ്സസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഇനി ഈ സെറ്റ് ഓഫ് കോഴ്സസിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ പറയാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ അടുത്തൊരു പോർഷൻ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ദ മാർക്കറ്റ് റിയലി നീഡ്സ്. ഏതൊരു ജോബും ലഭിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ്? ആ ജോബിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് വേണം, അല്ലേ? അപ്പോൾ പല ആളുകളും ക്രൗഡിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ട്രെൻഡുകളുണ്ട്. ഇപ്പോൾ MBBS പോകുന്നു,
ഇപ്പം എല്ലാവരും MBBS പോകുന്നു. ഇപ്പം നീറ്റിന് സീറ്റ് കിട്ടാത്തവർ വിദേശത്ത് MBBS പോകുന്നു. എല്ലാവരും CA പോകുന്നു. CA കിട്ടാത്തവരൊക്കെ CMA ACC അത്തരത്തിലുള്ള പ്രോഗ്രാംസിന് പോകുന്നു. കുറേ ആളുകൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കിൽ സെറ്റ് പഠിക്കാൻ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ BTech കമ്പ്യൂട്ടർ സയൻസിലോട്ട് വലിയൊരു ഒഴുക്കാണ് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ട്രെൻഡ് മാറുകയാണ്, BTech ഇലക്ട്രോണിക്സ് പഠിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ക്രൗഡിനനുസരിച്ച് മാറും. പക്ഷേ ഈ ക്രൗഡിനനുസരിച്ച് മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു 5 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ 4 വർഷത്തിനപ്പുറം ഞാൻ പഠിക്കാൻ പോകുന്ന ഫീൽഡിന് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബേസിക് ലെവലിലുള്ള കോഡിങ് മുഴുവൻ AI ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു എൻട്രി ലെവലിൽ വെറും ഒരു കോഡിങ് പഠിച്ച ഒരാൾക്ക് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയുകയാണ്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് ഡീപ്പായി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആ ഫൗണ്ടേഷൻ ഡീപ്പായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ വിദേശത്ത് MBBS പോകുന്നു. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് വന്ന് സമരം ചെയ്യാണ്, വിദേശത്ത് MBBS കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് എന്തെന്നില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നില്ല, FMG എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പലപ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? അപ്പൊ നമ്മളെപ്പോഴും ഒരു പ്രസന്റിലാണ്, പക്ഷെ എപ്പോഴും നമ്മൾ ജോബ് മാർക്കറ്റിനൊന്ന് ഫ്യൂച്ചറിലോട്ടാണ് നോക്കേണ്ടത് എന്നുള്ളത്. ഈ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ കാര്യം. ഈ ഓപ്ഷൻസ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ റിയൽ കോസ്റ്റ് എന്താണ്, അത് നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്? റിയൽ കോസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ, ഇപ്പോൾ ഒരു കോഴ്സ് നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ വിദേശത്ത് MBBS എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ആളുകൾ വിദേശത്ത് MBBS എടുക്കുന്നത്? നീറ്റ് ഇന്ത്യക്ക് എന്താ പറയുക, ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ മേ ബി ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ മെറിറ്റിലല്ലാതെ അല്ലെങ്കിൽ മെറിറ്റിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചിലവാകും. അതിന് പകരം നിങ്ങൾക്ക് ഒരു 40 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പുറത്ത് പഠിക്കാം, റൈറ്റ്? ഇതാണല്ലോ നമ്മുടെ റീസണിങ് എന്നുള്ളത്. പക്ഷേ റിയൽ കോസ്റ്റ് എന്നുള്ളത് 40 ലക്ഷം രൂപയല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. ഈ റിയൽ കോസ്റ്റ് എന്നുള്ളത് 40 ലക്ഷം രൂപയാണ് എന്നുള്ളതല്ല. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടേക്കുള്ള ഫ്ലൈറ്റ് ഫെയർ ഉണ്ടാവും, നിങ്ങൾക്കുള്ള വിസ ചാർജസ് ഉണ്ടാവും. ഇനി അത് കൂടാതെ ടൈം എന്ന് പറയുന്ന ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ MBBS പഠിക്കുകയാണെങ്കിൽ 5.5 വർഷമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ വിദേശത്ത് പഠിക്കുകയാണെങ്കിൽ 6 വർഷവും ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ഇവിടെ വന്ന് വീണ്ടും ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ FMG എക്സാം എഴുതണം. മിനിമം ഒരു 7 to 8 ഇയറിന്റെ പ്രോസസ്സാണ്. അതായത് 2.5 വർഷത്തിന്റെ ഒരു ടൈം കോസ്റ്റ് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കോഴ്സിന്റെ വെറും ഫീ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ചിലവുകളും അതോടൊപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയം കൂടി ഇൻവോൾവ് ചെയ്യുന്നതാണ് റിയൽ കോസ്റ്റ്. അതിന് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് ലഭിക്കും? അൾട്ടിമേറ്റ്ലി നമ്മളൊരു ജോബ് എടുക്കുന്ന, ഒരു കോഴ്സ് എടുക്കുന്ന, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അല്ലേ? അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു റിട്ടേൺസ് എന്താണ്? ഫോർ എക്സാമ്പിൾ എനിക്ക് എൻട്രി ലെവലിൽ, ഇപ്പോൾ ഈ ഒരു MBBS കഴിഞ്ഞാൽ എൻട്രി ലെവലിൽ എനിക്കിപ്പോൾ കിട്ടാവുന്ന ഒരു സാലറി 60,000 രൂപയാണ്, 70,000 രൂപയാണ്. അത് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് ഇത്ര വർഷങ്ങളാണ്, ഇത്ര എമൗണ്ട് ആണ് എന്നുള്ളത് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്പോൾ ഒരു BTech എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് നമ്മളൊരു 3rd tier കോളേജിൽ നമ്മളൊരു ലോൺ എടുത്ത് പഠിക്കുന്നു. ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത് നമ്മൾ പഠിക്കുന്നു. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടാവുന്ന മാർക്കറ്റിൽ കിട്ടാവുന്ന സാലറി 4 വർഷം കഴിഞ്ഞാൽ 25,000 രൂപ 30,000 രൂപയാണെന്നുണ്ടെങ്കിലോ, അവിടെയാണ് ഈ ഒരു റിട്ടേൺസ് എന്നുള്ളതും അതേപോലെ നമ്മുടെ റിയൽ കോസ്റ്റ് എന്നുള്ളതും ചർച്ചയ്ക്ക് വരുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ. ഏത് കോഴ്സ് ആവട്ടെ, ഹ്യൂജ് ആയിട്ടുള്ള ലോൺ എടുത്ത് പോകുന്നതിനെ ഞാൻ ഇന്നത്തെ കാലത്ത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ പറഞ്ഞു വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം എന്നുള്ളത്, ഇനി ഈ ഒരു പ്ലാൻ വർക്കായില്ല എന്ന് വിചാരിക്കാം. ഇപ്പം എല്ലാവരും പോകുന്ന എല്ലാ കോഴ്സുകളും ഇനി നമ്മൾ എങ്ങനെയൊക്കെ ചൂസ് ചെയ്താലും നമുക്ക് പ്രശ്നങ്ങൾ വരാം. നമ്മൾ ചിലപ്പോൾ പാസ്സാവില്ല, അല്ലെങ്കിൽ പാസ്സായാൽ തന്നെ ചിലപ്പോൾ അതിൽ ജോലി കിട്ടില്ല. നമ്മുടെ ലോകം വളരെ സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനീ പറഞ്ഞതൊന്നും അതിൽ ചിലപ്പോൾ സംഭവിക്കുക, പുതിയ ഏരിയകൾ വരാം, അവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു സൈഡിൽ നിന്നുള്ള ഇല്ലാതാവാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? നമുക്കൊരു പ്ലാൻ ബി ഉണ്ടോ? ആ പ്ലാൻ ബി നമുക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ എന്തെല്ലാം ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ് ഏൺ ചെയ്യുന്നത്? എന്താ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡൊമൈനിൽ നിന്ന് വേറെ ഡൊമൈനിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാവുന്ന സ്കിൽസ് ആണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, നിങ്ങളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസ്. ഞാൻ ഏത് കോഴ്സിനാണോ ഞാൻ ജോയിൻ ചെയ്യുന്നത്, ഏത് കോളേജിലാണോ ഞാൻ ജോയിൻ ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ കോളേജിലും കോഴ്സിലൊക്കെ എനിക്ക് എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഒരു 3rd tier കോളേജ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവന്യൂസ് കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോളേജിലാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത്? കാരണം ഇന്നത്തെ കാലത്ത് ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത്, ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത്, ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം വെച്ച് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സ് കിട്ടിക്കോളണം എന്നില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ട് കോളേജ് കിട്ടിക്കോളണം എന്നില്ല. പക്ഷേ ഇത് വെച്ച് നമ്മുടെ ബെസ്റ്റ് ചാൻസ് ഏതാണ്? ഇങ്ങനൊരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നമ്മളുടെ കരിയറിന്റെ ഓണർഷിപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും പരസ്യവാചകങ്ങൾ മാത്രം കേട്ടുകൊണ്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ക്രൗഡ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടോ അല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ നമ്മുടെ കരിയറിനെ കുറിച്ച് കൺസേൺഡ് ആണ്. ഓരോ കുട്ടിയോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ കരിയറിനെ കുറിച്ച് കൺസേൺഡ് ആവേണ്ടത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രമാണ്, വേറെ ആരും കൺസേൺഡ് ആവാൻ പോകുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പരസ്യവാചകങ്ങൾ ഉണ്ടാവാം, അതെല്ലാം നല്ലത് തന്നെയാണ്, പല കോഴ്സുകളും പല ആളുകൾക്കും യോജിച്ചതാണ്. പക്ഷെ നമുക്ക് ഏറ്റവും യോജിച്ചത് ഏതാണ് എന്ന് ചൂസ് ചെയ്യേണ്ടതും അതിനനുസരിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവേണ്ടതും നമ്മൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ലൈഫിന്റെ നമ്മുടെ കരിയറിന്റെ ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ കരിയറുകളെ നമ്മൾ ഒരിക്കലും ഓട്ടോ പൈലറ്റ് മോഡിൽ ഇടാതിരിക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ഓട്ടോ പൈലറ്റ് മോഡിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിമാനത്തിൽ കയറിയിട്ട് ഒരു പൈലറ്റ് ഒന്നും നിയന്ത്രിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്, ഓട്ടോമാറ്റിക്കലി വിമാനം പറക്കുന്ന ഒരവസ്ഥ. നമുക്കതല്ല വേണ്ടത്. നമ്മുടെ കൺട്രോളിലായിരിക്കണം നമ്മുടെ കരിയറും നമ്മുടെ കോഴ്സും എല്ലാം എന്നുള്ളത് നമ്മൾ 100% ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ എൻ്റെ സൂചിപ്പിക്കാനുള്ളത് X&Y ലേണിംഗ് 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കരിയറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ സയൻസ് മാത്സ് പോലുള്ള വിഷയങ്ങളിൽ മിടുക്കരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇത് കേൾക്കുന്ന ആളുകളുടെ മക്കളോ അതല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് X&Yയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻഫർമേഷൻസ് നൽകിയാൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഷ്യൻ പ്രൊഫൈൽ എന്താണ്, നിങ്ങളുടെ റിയാസക് പ്രൊഫൈൽ എന്താണ്, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വന്ന ഡൗട്ട്സ് എന്തെല്ലാമാണ് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് വേഗമായിട്ട് കമന്റ് ചെയ്യാതെ നിങ്ങളുടെ ഓഷ്യൻ എന്താണ്, റിയാസക് എന്താണ്, നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് ഈ പറഞ്ഞു വെച്ച് എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റെസ്പോൺസ് നൽകുന്നതായിരിക്കും. നിർബന്ധമായിട്ട് റെസ്പോൺസ് നൽകാൻ തന്നെ ശ്രമിക്കാം. കാരണം നിങ്ങളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ടിന് എൻ്റെ ഭാഗത്തു നിന്നും ഒരു റിവാർഡ് നിങ്ങൾക്ക് തരിക എന്നുള്ളത് മസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കരിയേഴ്സ് ഉണ്ടാവട്ടെ, നല്ല കോഴ്സുകൾ ചൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.